നല്ല സോഫ്റ്റ് വട്ടയപ്പമാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെ കളറിന് ക്ലാരിറ്റി ഇല്ല, കാരണം സമയം 7 മണിയായി രാവിലെ. എങ്കിലും ക്ലൈമറ്റിൻ്റെ പ്രശ്നം കാരണം കിച്ചണിലൊന്നും നല്ല വെളിച്ചം വന്നിട്ടില്ല, അതുകൊണ്ട് ലൈറ്റിട്ട് എടുത്തതാണ്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം. വട്ടയപ്പത്തിൻ്റെ റെസിപ്പി 3 വർഷം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇൻസ്റ്റൻ്റായി ചെയ്യുന്ന മെത്തേഡാണ്. ഇതിനായിക്കൊണ്ട് ഓവർനൈറ്റ് 2 കപ്പ് പച്ചരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ പച്ചരി മിക്സി ജാറിൽ ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് ചേരുവകളും ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. ഈ അരിയിലോട്ട് 1 കപ്പ് ചിരവിയ തേങ്ങയും 3/4 കപ്പ് വേവിച്ച ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 3/4 കപ്പ് ഷുഗർ നിങ്ങൾ നോക്കിയിട്ട് ചേർത്തോളൂ. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ചേർക്കുക. ഒന്നുകിൽ കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം. അരക്കാൻ കുറച്ച് നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും. ഈ ഐറ്റംസ് എല്ലാം കൂടി നന്നായിട്ട് നൈസായിട്ട് അരക്കണം, തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കുക. എന്നിട്ടൊരു ബൗളിലൊഴിച്ച് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അടച്ച് വെക്കുക. ഈ ബാറ്ററിന് ഏതാണ്ട് പാലപ്പത്തിൻ്റെ അതേ ലൂസ് വേണം, അതിലും കുറച്ചുകൂടെ ആവാം. വെള്ളം വേണ്ടുന്ന ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കണം. അരമണിക്കൂർ കൊണ്ട് ബാറ്ററി ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. പിന്നീട് നമുക്ക് പാകത്തിലുള്ള പാത്രത്തിൽ, ഒന്നുകിൽ സ്റ്റീൽ പ്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അങ്ങനെ ഉള്ള ഇതുണ്ടാവില്ല, നമ്മളെ ചെറിയ ചെമ്പ്, അതിലേക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് ഓയിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമുള്ളത്ര ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ തട്ടൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടാണ് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രീസ് ചെയ്ത പാത്രം അതിൽ വെച്ച് കൊടുത്തിട്ട് വേണ്ടുന്നത്ര മാവ് അതിൽ ഒഴിച്ചു കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ ഇറക്കി വെക്കാനും പറ്റും. ആ ഇഡ്ഡലി ചെമ്പിന് പാകമായിട്ടുള്ള ഒരു സ്റ്റീൽ ചെമ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ അത് ഒഴിച്ചു കൊടുത്തു. ആ പാത്രത്തിൻ്റെ ലിഡ് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തത്, അല്ലെങ്കിൽ സിൽവർ ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് പൊളർന്നിട്ട് അതും കിസ്മിസും ഒക്കെ ഒന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്കതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. ഉള്ളിൽ വെച്ച ആ പാത്രത്തിൽ ലിഡ് ഇട്ട് കൊടുത്ത് ശേഷം ഇഡ്ഡലി ചെമ്പിൻ്റെ ലിഡ് ഇട്ട് കൊടുത്തു. ഇനി ഒരു 30-25 മിനിറ്റിന് ശേഷം ഒന്ന് നോക്കിയാൽ മതി. 25-30 മിനിറ്റ് വേണ്ടി വരും. നമ്മളെ മാവ് എത്രത്തോളം കട്ടിയിൽ ഒഴിക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേവാൻ താമസം ഉണ്ടാവും. 20 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ അപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. എന്തിനെ കൊണ്ടെങ്കിലും ഒന്ന് അപ്പത്തിനൊന്ന് കുത്തി നോക്കുക. അതുമേൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല, ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ അത് പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി അടച്ച് വെച്ച് ഏതാണ്ട് 25-30 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കുറച്ച് കട്ടിയുള്ളപ്പായിരുന്നു. ഇടയ്ക്കൊന്ന് നമ്മൾ ചെമ്പിൽ വെള്ളം ഉണ്ടെന്ന് നോക്കണം. ആവിക്ക് അതുകൊണ്ടാണ് ആ ആവി കൊണ്ടാണല്ലോ വേവുന്നത്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം. വെള്ളം കുറവാണെങ്കിൽ സൈഡിലൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ അപ്പം എടുത്ത് തണിയാനായിട്ട് വെക്കുകയാണ്. തണിഞ്ഞ ശേഷം നമ്മൾ ഈ പാത്രം അകത്താവും, ഇല്ലെങ്കിൽ കിട്ടില്ല. ഞാൻ ഈ പാത്രം ഇറക്കി വെച്ച ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് വീണ്ടും വെച്ച് കൊടുത്തു. മുൻപൊക്കെ വട്ടയപ്പം ചുടുമ്പോൾ ഞാൻ ആദ്യം തന്നെ തലേ ദിവസം തന്നെ മാവ് അരച്ച് കൂട്ടി വെച്ച് പിറ്റേന്ന് കാലത്താണ് അത് എടുത്ത് ആ മാവ് കൊണ്ട് അപ്പം ചുടുന്നത്. പക്ഷേ ഇപ്പം വട്ടയപ്പം അരമണിക്കൂർ കൊണ്ട് ചുട്ടെടുക്കാം. നമുക്ക് കാലത്തിന് അരി അരച്ച് അരമണിക്കൂർ കൊണ്ട് ഫെർമെൻറ്റേഷൻ നടക്കും. ശേഷം നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കാം. പിന്നെ ഞാൻ അതിലൊരു സീക്രട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സാധനം ഒഴിച്ച് പറയുന്നില്ല. നമുക്ക് തലേ ദിവസം അരക്കുമ്പോൾ മാവ് കുറച്ച് പൊങ്ങി വരുമ്പോൾ ഇത്തിരി പുളിപ്പുണ്ടാവും. മാവും മധുരവും പുളിയായിട്ടുണ്ടാവും, ചെറിയ പുളിപ്പ്. ആ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അതിനു വേണ്ടിക്കൊണ്ട് ഞാനെന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ 1/2 കപ്പ് ബട്ടർ മിൽക്ക്, ഇവിടെയൊക്കെ ലെബൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും, അത് ഞാൻ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ആ ടേസ്റ്റിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അല്ലെങ്കിലും മാവ് പൊങ്ങിക്കിട്ടും. ഈ അപ്പത്തിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് കാണുന്നത് അത് നമ്മൾ വെന്തിനോ എന്ന് കുത്തി നോക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ഇൻസ്റ്റൻറ്റ് വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.